ഹായ് സുഹൃത്തുക്കളെ, അറഫാത്ത് മാരിയാണ് നമ്മൾ എന്നുള്ളതേ വെള്ളുവങ്ങാട് നെല്ലിക്കുത്ത് വെള്ളുവങ്ങാട് AMLP സ്കൂളിലാണ്. ഇവിടെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, മുമ്പ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നാണ്. പാടുക എന്നുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവില്ലേ? എല്ലാവർക്കും എന്നല്ല പറയണത്, എന്നാലും പാടാൻ കഴിവുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ പാടുന്ന പാട്ടൊക്കെ പല ആളുകളുടെയും പ്രശംസനകൾക്ക് കാരണമായി തീരുക, പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ വിളിച്ചിട്ട് പ്രശംസിക്കുക, അഭിനന്ദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലുപരി ഒരു സ്കൂൾ മുഴുവൻ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ച ഷാഹിദ് വെള്ളുവങ്ങാടിനെ പറ്റിയിട്ടാണ്. ഷാഹിദ് വെള്ളുവങ്ങാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നൊക്കെ ആരാന്നറിയോ? ഈ സ്കൂളിലെ അധ്യാപകരാ. കണ്ടോ, ഈ സ്കൂളിലെ അധ്യാപകരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഷാഹിദ് വെള്ളുവങ്ങാടിന്റെ വിജയകരമായ പ്രയാണത്തിൽ എന്ന് അറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് സ്കൂൾ വെച്ചിട്ട് തന്നെ ഷാഹിദിനെ കാണാന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഷാഹിദിനെ വീണ്ടും കാണാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അറിയാലോ, ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ലഹരിക്കെതിരെ ഷാഹിദ് ഒരു പാട്ട് പാടി, അത് നല്ല രീതിയിൽ ഹിറ്റ് ആവുകയും സോഷ്യൽ മീഡിയ ഹിറ്റ് ആവുകയും മാത്രമല്ല, ഈ പാട്ടിന് വേറൊരു പ്രാധാന്യം കേട്ടോ. ഷാഹിദിന്റെ ഉപ്പ സിറാജിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ആള് ഒരു പുലിയാണ് എന്ന് നമുക്കറിയാം, എന്നാൽ ആളൊരു പുപ്പുലിയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെയുള്ള പാട്ട് ഷാഹിദ് പാടിയത് ഉപ്പാന്റെ വരികളാണ് കേട്ടോ. അതും ഇതിലെ ഒരു കൗതുകമാണ്. അപ്പൊ എന്തായാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഷാഹിദിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ഷാഹിദിന്റെ മറ്റു ഗാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ അങ്ങോട്ട് അടിച്ച് പൊളിക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഷാഹിദിനെ കാണിക്കുന്നതിന് മുമ്പായിട്ടേ സിറാജ് ഭായിനെ കാണിക്കുന്നത്. നിങ്ങളൊരു സംഭവം കേട്ടോ ഉള്ളത് പറയാലോ. കാരണം ഇങ്ങനെ ഒരു കഴിവും കൂടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇങ്ങനെ ഒരു പാട്ട് എഴുതാനുള്ള ഒരു കാരണം എന്താ? അതും ലഹരി തന്നെ എന്താ ഒരു വിഷയമാക്കിയിട്ടുള്ള ഒരു കാരണം. ലഹരി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. പ്രത്യേകിച്ച് നമ്മളെ മോനൊരു പാട്ടുകാരനാകുമ്പോൾ അതിനെതിരെയുള്ളൊരു നമ്മളെ രീതിയിലൊരു പ്രതിഷേധം, ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എൻ്റെ ആശയത്തിൽ വന്നപ്പോൾ എഴുതിയതാണ്. അപ്പൊ അതാണ് വാപ്പ എഴുതി മോൻ പാടി അല്ലേ? ആ പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് പാടല്ലേ ഷാഹിദേ? ആ പാട്ടൊന്ന് പാടിക്കാം. നമ്മൾ ലഹരിക്കെതിരെയുള്ള പാട്ട് ഉറക്കം പാടിക്കാം. നാട് ലഹരിയിലാകെ മുങ്ങിപ്പോയല്ലോ, നാട്ടിൽ സൗഹാർദ്ദം ആകെ തകർന്നുവല്ലോ, വീണ്ടും നന്മയുടെ നാളുകൾ പുലരുവാൻ നമുക്കൊന്നിച്ചു കൈകോർത്തു നീങ്ങിടാം. സൗഹാർദ്ദം തീർക്കും വിദ്യാലയത്തിൽ അക്രമമാകെ പെരുകിടുന്നു, നൊന്തു പ്രസവിച്ച പൊന്നുമ്മയെ സ്വന്തം മക്കൾ തന്നെ കൊല ചെയ്യുന്നു. സൗഹാർദ്ദം തീർക്കും വിദ്യാലയത്തിൽ അക്രമമാകെ പെരുകിടുന്നു, നൊന്തു പ്രസവിച്ച പൊന്നുമ്മയെ സ്വന്തം മക്കൾ തന്നെ കൊല ചെയ്യുന്നു. ലഹരി നാടിനും വീടിനും ശാപമാ, അതിൽ ആരും അടിമയായി പോവല്ലേ, വീണ്ടും നന്മയുടെ നാളുകൾ പുലരുവാൻ നമുക്കൊന്നിച്ചു കൈകോർത്തു നീങ്ങിടാം, നമുക്കൊന്നിച്ചു കൈകോർത്തു നീങ്ങിടാം. അപ്പൊ നമുക്ക് ഈ സ്കൂൾക്കാരൻ ആവശ്യപ്പെട്ടാട്ടോ ഞാനിങ്ങനെ ഇവന്റെ ഇന്റർവ്യൂ എടുക്കാൻ കൂടെ ഒന്നുകൂടെ വരുന്നുണ്ട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് ഷാഹിദ് വെള്ളങ്ങാട് ഇവിടെ തന്നെ ആക്കാന്നുള്ള അഭിപ്രായം സ്കൂളിൽ തന്നെ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അത് പ്രത്യേകം ഈ സ്കൂളുകാരെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഒക്കെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടീന്റെ കഴിവ് കാണുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അവർ ഒന്നിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നൊന്നും ചില്ലറ കാര്യമല്ല. നമ്മളെ സമൂഹത്തില് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പലവിധമുള്ള കഴിവുകൾ ഉള്ളവരുണ്ട്. ഒന്ന് കൈ പിടിച്ച് ഉയർത്താന്, അത് സാമ്പത്തികം ആവണമെന്നില്ല, എടാ ഈ ഷെയറടാ എന്ന് പുറത്തു കൊട്ടി പറയാന് അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ തയ്യാറാവാത്താണ് പല ആളുകളും മുന്നോട്ട് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ആരാ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സാറാ. അപ്പൊ സ്കൂളിന് ഷാഹിദ് വെള്ളങ്ങാട് എങ്ങനെയാണ്? അഭിമാനമാണോ? എങ്ങനെയാണ്? എന്താ സംശയം? ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കൂടി ഞങ്ങള് ഏറ്റവും അഭിമാനിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സപ്പോർട്ടിന് പുറമെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്തായാലും ഉയരാൻ കഴിയുക ഒരു പകുതിയും അവന്റെ കഴിവുണ്ടായിരിക്കും, ബാക്കി പകുതി കുടുംബത്തിന്റെ സപ്പോർട്ട്. അതില് ആ ഒരു കുടുംബം പോലെ തന്നെ കുട്ടിയുടെ കുടുംബം വെറും അമ്മ അച്ഛൻ എന്നുള്ള കുടുംബമല്ല, ഞങ്ങളും അവന്റെ കുടുംബം തന്നെയാണ്. അപ്പോ ഞങ്ങൾ അങ്ങനെയാണ് അവനെ കരുതുന്നത്. ഓരോ കുട്ടിയും ഇപ്പൊ ഞങ്ങളുടെ സപ്പോർട്ടും കൂടി അവനുണ്ട്.
അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഇത്തിരി അഹങ്കാരമുണ്ട്. ഞങ്ങളുടെ ഷാഹിദ് വള്ളുവങ്ങാട് അറിയപ്പെടുന്നത് ഇനി ഷാഹിദിലൂടെ ആയിരിക്കും. ഞങ്ങള് അവന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് എന്നുള്ള നിലയിൽ വളരെ അഭിമാനമുണ്ട്. ഷാഹിദ് വള്ളുവങ്ങാട് ഇന്ന് ഈ സ്കൂളിന്റെ മാത്രല്ല ഈ നാടിന്റെ കൂടി അഭിമാനമായിട്ട് മാറിയേക്കാണ്. അപ്പോ ഷാഹിദിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഭാവിയെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കകളോ ആകുലതകളോ ഒന്നുമില്ല. കാരണം അവന്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് അവനെ വളർത്തിക്കൊണ്ടുവരാന് അതിനനുസരിച്ചിട്ടുള്ള പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ കൊടുക്കാന് അവന്റെ ഉപ്പ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ടൊരു ടെൻഷൻ ആവേണ്ട കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഷാഹിദിനെ എങ്ങനെ പരിചയപ്പെടുന്നത് എന്ന് വെച്ചാല് സ്കൂളില് പഞ്ചായത്ത് കലാമേളന്റെ ആ ടൈമില് ഒരു അറബി പദ്യം പാടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഷാഹിദിന്റെ പാട്ടുകൾ ഞാൻ ശ്രദ്ധിക്കുന്നതും. അപ്പോൾ ഇവൻ അതിലേക്ക് പറ്റുമോ എന്നുള്ളത് അന്ന് മുതലാണ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങൾ 4ാം ക്ലാസ്സിലെ കുട്ടികളെ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഷാഹിദിന്റെ പാട്ട് കേട്ടപ്പോൾ അവനെ തന്നെ സെലക്ട് ചെയ്യുകയും അവന് പഞ്ചായത്ത് കലാമേളയിൽ എ ഗ്രേഡോട് കൂടിയിട്ട് സബ് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടുകയും അവിടെ നിന്ന് 3rd വിത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഇപ്പൊ ഒന്ന് പല പാട്ടുകൾ പാടിയിട്ട് ഷാഹിദ് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. ഇനിയും മുന്നേറാൻ ഷാഹിദിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് കലാമേളയിലേക്കും അതേപോലെ സബ് ജില്ലാ കലാമേളയിലേക്കൊക്കെ നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ അതേപോലെ 3ലെയും 4ലെയും കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ സംഘഗാനം പാടാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റിലുള്ള സംഗതികൾ പാടാൻ വേണ്ടിയിട്ട് കുറെ കുട്ടികളെ സെലക്ട് ചെയ്തു. ആ സമയത്ത് അതിന് പറ്റിയൊരു സൗണ്ടും ഒരു ഈണം കിട്ടുന്ന ഒരു കുട്ടിയെ കിട്ടിയില്ല. അങ്ങനെയാണ് ഷാഹിദ് 1ാം ക്ലാസ്സിലാണല്ലോ എന്നാലും നമുക്കൊന്ന് പാടിപ്പിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വരികൾ പാടിപ്പിച്ചു. അത് അവൻ നന്നായിട്ട് അവതരിപ്പിച്ചു. പിന്നെ അങ്ങനെ മെയിൻ പാടിയത് അവനാണ്. കലാപരമായ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല പഠന പ്രവർത്തനങ്ങളിലും നല്ല ഉഷാറായിട്ടുള്ള കുട്ടിയാണ്. വളരെ അഭിമാനമുണ്ട് എന്റെ ക്ലാസ്സിലെ കുട്ടിയാണെന്ന് പറഞ്ഞത്. പാട്ട് പാടാനുള്ള ഒരു കഴിവും അതിനൊരു ശബ്ദവും കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ദൈവിക അനുഗ്രഹം തന്നെയാണ്. ഷാഹിദിന്റെ അധ്യാപകനായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. കാരണം അവൻ അറബി ഭാഷയാണ്. ഞാൻ മാപ്പിളപ്പാട്ടിൽ ഒരുപാട് അറബി വാക്കുകളൊക്കെ കടന്നു വരും. ഈ വാക്കുകളൊക്കെ വളരെ കൃത്യതയോടുകൂടി പാടി ഉച്ചരിക്കുന്നുണ്ട്. ഞാൻ അതിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം വാക്കുകളൊക്കെ കൃത്യമായി ഉച്ചരിക്കാൻ കഴിയുന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ക്ലാസ്സിലെ അറബി പദ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചൊല്ലിക്കൊടുത്ത ശേഷം ഷാഹിദിനെ മേശന്റെ അടുത്തേക്ക് വിളിച്ച് ചൊല്ലിച്ചാല് ഷാഹിദ് 2ഓ 3ഓ പ്രാവശ്യം ചെല്ലിയാൽ മതി, കുട്ടികളൊക്കെ അത് കേട്ട്. ഉമ്മൻചാണ്ടി സാറെ കുറിച്ചൊരു പാട്ട് അവൻ പാടിയിട്ടുണ്ട്. ആ ഒരു പാട്ടിലൂടെ തന്നെ അവന് വളരെ കേരളത്തിനകത്തും പുറത്തും അവൻ ഫേമസ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഈ നമ്മുടെ നാടിനെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന ലഹരിയെ കുറിച്ച് അതിനെ കുറിച്ച് അവൻ പാടിയല്ലോ. ആ പാട്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം അവൻ പാട്ടുകാരനായി മാറി. പാട്ടുകാരനാവട്ടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം പാട്ടുകാരനായി മാറി. ഇനി ഉയരങ്ങൾ കീഴടക്കാൻ അവൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയമാണ് അല്ലെ, സ്കൂൾ ടൈമാണ് വിലപ്പെട്ട സമയം. ഈ ഒരു കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെലവഴിക്കുന്നത്. അങ്ങനെ ഓരോ കുട്ടികളും ഇതേപോലെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിനും ഇവിടുത്തെ അധ്യാപകർക്കും ഇതിനു വേണ്ടി നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്ന മാനേജ്മെന്റ് രക്ഷിതാക്കൾക്കൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിന്റെ ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ പ്രത്യേകം അറിയിക്കുക കേട്ടോ. അപ്പൊ ഷാഹിദിനെ കൊണ്ട് നമ്മൾ 2 പാട്ടൊക്കെ പാടിച്ച് ഉഷാറാക്കണം. അപ്പൊ നോക്കുമ്പോ ഓന്റെ വലിയൊരു വൻ സൈന്യം ബാക്കിൽ നിൽക്കുക. എടാ ഷാഹിദ് എന്താ ആള് ഉഷാറല്ലേ? നല്ല പാടോ? എന്നെ പറ്റിയാണല്ലോ പറയണേ അല്ലേ? അപ്പൊ ഓ നല്ല പാട്ടുകാരനല്ലേ? നിങ്ങൾ ചെങ്ങായിമാർക്ക് അഭിമാനല്ലേ? ആണല്ലേ? അപ്പൊ മോനെ കൂടെ കുറച്ച് പാട്ടൊക്കെ പഠിച്ചു നോക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ. ഉറക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരും കാണിക്കും. ഇതൊക്കെ എന്റെ കൂട്ടുകാരാട്ടോ, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. അപ്പൊ എല്ലാവരും കേട്ടോളി, സപ്പോർട്ട് ചെയ്യൂലേ? ഷാഹിദ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ടും കൂടെ പാടാണ് അല്ലേ? ഷാഹിദ് പാടിക്കോ, ഉറക്കെ പാടിക്കോ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുന്ന നാട്, താരീണം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്, തെയ്യവും കഥകളി നാവർ പാടിയ നാടിത് കേരമരങ്ങൾ, താഴിക പൊൻകുടമേന്തി നിരനിന്നേ കണി കാണും പുലരി തെളിയുഷ മലരി മാമ്പൂ മന്നവും തൂകി, കേരള മാമക കേരള നാട്ടിൽ വാഴ്വിതേ, തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുന്ന നാട്, താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്.
അപ്പോ നമ്മളെ ഗായകനെയും അതേപോലെ തന്നെ എഴുത്തുകാരനെയും അല്ലേ അങ്ങനെയും കൂടി വേണം പറയാന്. സ്കൂളിൽ നിന്ന് വെല്ലണ്ട് പൊക്കി കൊണ്ടുവരിക ചെയ്ത്. കാരണം സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയുണ്ട് സപ്പോർട്ട് അല്ലേ. അപ്പൊ കുട്ടികളൊക്കെ അത് പൊതിഞ്ഞ് അവിടുന്ന് ശരിക്കും വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു. എന്തായാലും സന്തോഷമാണ് കേട്ടോ അതൊക്കെ. എന്തായാലും ഞങ്ങളിപ്പോ പുറത്തിറങ്ങി. അപ്പോ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഈ എഴുതുക എന്നുള്ളൊരു കഴിവ്, അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. കുറച്ച് വൈകിട്ടാണെങ്കിലും കണ്ടു തോന്നുന്നുണ്ട്. ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ടോ? ചെറുതായിട്ട് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഇലക്ഷൻ സോങ്ങുകള്, ആ. പിന്നെ നമ്മളെ മഞ്ചേരി സൈനുദ്ദീൻ സാഹിബിനെ കുറിച്ചൊരു ആ. സോങ് മൂപ്പര് മരണപ്പെട്ടപ്പോ എഴുതിയിട്ടുണ്ട്. എഴുതിന്. ഉം. പക്ഷേ ഈ ലഹരിന്റെ എന്താ വെച്ചാല്, ലഹരി നമ്മുടെ സമൂഹത്തിനെ കാർന്ന് തിന്നൊരു അവസ്ഥയാണ് ഇപ്പൊ. അതെ അതെ ഈ MDM മറ്റൊക്കെ ആയിട്ട് അതെ. നമ്മള് ഇപ്പോ ഓൽക്ക് ഒരു ഉപദേശം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ. ഈ വളർന്നു വരുന്ന തലമുറ ഇത് കണ്ടല്ലേ പഠിക്കണതേ. അതെ അപ്പൊ അതെ ഓല് ആകെ പുറത്തം പെടും. അതെ. അപ്പൊ മോനോട് ഞാൻ എന്റെ ഒരു ആശയം പങ്കുവെച്ച്, ചെറിയ നമ്മളെ പിന്നെ വലിയ പാട്ടില് എഴുതാനുള്ള കഴിവൊന്നുമില്ല. എന്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഞാൻ കുറച്ച് വരികൾ അങ്ങനെ ഉഷാറായിട്ടുണ്ട്. അത് ലഹരിക്കെതിരെ. ഉഷാറായതുകൊണ്ടാണ്, വലിയ കഴിവുണ്ടായതുകൊണ്ടാണ് അത് വൈറലായത് അല്ലെ. ഒരുപാട് പേജുകളിൽ ഞാൻ ആ പാട്ട് കണ്ടു. ഉം. അപ്പോ എന്തായാലും സന്തോഷം. ഇനിയും ഇങ്ങനെയൊക്കെ എഴുതണം. ഇതുപോലെ സമൂഹത്തിന് ഗുണമുള്ള അല്ലെ ഉം. രീതിയിൽ ഇനിയും ഇതൊക്കെ എഴുതണം. അപ്പോ പിന്നെ വേറെ കാര്യമുണ്ട്, മോനൊരു പാട്ട് പാടണം. അതിന്റെ മുമ്പായിട്ട് ഒരു 4 വരി ഒന്ന് പാടണം. സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ഞാൻ ഒന്ന് എഴുതിനു. അതിന് രണ്ടുപേരെ ഞാനൊന്ന് മൂളാം. സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പാട്ടാ? വലിയ ഗായകനൊന്നല്ല. ആ ആ. അപ്പൊ വെറുതെ ചെറുതായിട്ടൊന്ന് മൂളി തരാം, ഞങ്ങൾ പറഞ്ഞതല്ലേ. ഇത്തിരി ദൂരങ്ങൾ താണ്ടി ഞാനെന്നും എന്റെ വിദ്യാലയത്തിൽ വന്നു ചേരും. എന്നും ഞാൻ എന്റെ വിദ്യാലയത്തിൽ എന്റെ അധ്യാപകന്മാരെ കണ്ടുമുട്ടും. മഴയങ്ങു പെയ്യുമ്പോൾ കുട ചൂടി ഞാൻ എന്റെ വിദ്യാലയത്തിൽ വന്നു ചേരും. കൂട്ടുകാർക്കൊത്ത് ആടിയും പാടിയും എന്റെ ഓരോ ദിനങ്ങൾ കൊഴിഞ്ഞുപോയി. AMLP സ്കൂളിൻ ക്ലാസ്സിൻ മുറികളിൽ കളിയിൽ മുഴുകി ഞാൻ നീങ്ങിടുമ്പോൾ മാർച്ചിൽ വിരുന്നെത്തും വാർഷിക പരീക്ഷ ടീച്ചറെ ഞാനങ്ങ് മറന്നുപോയി. ടീച്ചറെ ഞാനങ്ങ് മറന്നുപോയി. പടച്ചോനെ, ഇത് കവിതയാണോ അല്ലെ? കവിത വെറുതെ ഇതൊക്കെ അടിപൊളിയായല്ലോ, ഉഷാറായി, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഒരു സകലകലാ വല്ലഭനാണ് നന്തപ്പുടി മോനെ അല്ലെ. അപ്പോ ഉപ്പാന്റെ ഒരു കഴിവ് തന്നെയാണ് മോനെ കിട്ടിയെന്നുള്ളൊരു സംശയമൊന്നുമില്ല. വളരെ ഉഷാറായി കണ്ടോ. ആ സ്കൂളിനെ പറ്റിയാണ് പാടിയത്. ആ. ഞാനും നമ്മളൊക്കെ പഠിച്ച സ്കൂളാണ് ഉള്ളവങ്ങാട്. ഉം. ചരിത്രം ഉറങ്ങുന്ന സ്കൂളാണ്. ഉം. അവാരിയം തൂഞ്ഞാമാജി, ആലി മുസ്ലിയാർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ പഠിച്ചൊരു സ്കൂൾ കൂടിയാണ്. എന്താ വെച്ചാല് നമ്മള് പിന്നെ പഠിച്ച അന്നത്തെ സാഹചര്യം അല്ലെന്ന്. ഇന്നെന്താ വെച്ചാല് ടീച്ചർമാരൊക്കെ മാഷന്മാരെ കട്ടക്ക് സപ്പോർട്ടാണ്. അതാണ് പിന്നെ നമുക്കൊരു ഊർജം കിട്ടുന്നത്. ഓലിൽ നിന്നുള്ള ഈ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുമ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ ഉഷാറാക്കണ്ടോ, നമ്മളെ സപ്പോർട്ട് എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ സ്കൂൾ കലോത്സവത്തിനൊക്കെ ഓല് നമ്മളേറെ പിന്നെ ആക്റ്റീവായിട്ട് ഒരു പ്രവർത്തിക്കുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ സപ്പോർട്ട് കൊടുക്കാത്ത, അതാണ് അതിന്റെ സത്യം. അതാണ്. അപ്പോൾ അതിന് പിന്നെ HM ടീച്ചറും മാഷന്മാരും ടീച്ചർമാരെയും പേര് പറയല്ല, അപ്പൊ എല്ലാവരും പറയേണ്ടി വരും. എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ തട്ടിൽ നിന്ന് ഒരുപാട് നന്ദികൾ രേഖപ്പെടുത്താൻ. ഓക്കെ. എന്തായാലും ഷാഹിദ് വെള്ളുവങ്ങാടിന്റെ അവസാനത്തെ ഒരു ഗാനത്തോടിട്ട് ഈ നമുക്കൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലെ ഷാഹിദ് മോനെ? महमदियों नामे मेरा देशम देशम तारे ताजा मशहूरा पूरुदेशम देशम कस्तूरा महात्मा बहुसरदा हसन कहनवകാശ ബദൽ വിധ ഫ്രീഡം അവർ കദമ ദിശ പലത പുൽവാടി വതൂരി പദദേശ ഉദിക്കയും അത് കൊതിക്കയും സമയ വിധിക്കയും ഗാന്ധി ഗാന്ധിജി മനുകൾക്കായി മതദോസ്തുകളാകം കുറിച്ചിട്ട സ്വാതന്ത്ര്യം കാത്ത് ബാപ്പുജി ഷുഹറുത്ത ഷറഫുടയുടെ പിടലുദിപ്പും സുഖം കൊണ്ട ഇംഗ്ലണ്ട് അറിവിടെ കിടക്കിടപ്പും സബുനമൈതനമതി പതിനുടെ മുടുക്കും മുടുക്കതോർ കണ്ട കുതിപ്പതിൽ ഇന്ത്യൻ രാഷ്ട്രപിതാവത് പോ.
അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഷാഹിദിന്റെ ആവശ്യം എന്താണെന്നറിയോ? നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണയാണ്. ഏതൊരു കലാകാരനും സമൂഹത്തിന്റെ സപ്പോർട്ടാണ് ആവശ്യം, അതുപോലെ തന്നെ ഷാഹിദിനും, അല്ലെ? അപ്പോ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്യുക. ഷാഹിദിന്റെ കാലങ്ങളിൽ, വരും കാലങ്ങളിൽ ഒരുപാട് ഷാഹിദിന്റെ കഴിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തും, പല മീഡിയകളിലൂടെ ആയിട്ട്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കും ആ ഒരു ഉറപ്പുണ്ട്. അപ്പൊ ഒക്കെ നിങ്ങൾ ഷാഹിദിനെ സപ്പോർട്ട് ചെയ്യുക. ഷാഹിദിനെ മാത്രമല്ല, ഇതുപോലെയുള്ള കുഞ്ഞു കലാകാരന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇല്ലാണ്ട് താഴെ കിടക്കുന്ന ഒത്തിരി പല വിധേനയുള്ള കായിക പല വിധത്തിലുള്ള കഴിവുകളുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോ വീണ്ടും ഷാഹിദിന് ഒരുപാട് നല്ല ഉയർച്ചകൾ എത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, അതിലുപരി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് വൈൻഡപ്പ് ചെയ്യണല്ലേ. ഒരു ബൈ പറയലായിട്ടും. ഓക്കെ, ബൈ.